നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ തീർപ്പാക്കാൻ യോഗം വിളിച്ച് മന്ത്രി കെ രാജൻ ഉച്ചയ്ക്ക് 1:30-ക്ക് ഓൺലൈനായി യോഗം ചേരും. ജില്ലാ കളക്ടർമാരും RDOമാരും പങ്കെടുക്കും. സദസ്സിൽ ലഭിച്ച പരാതികൾ VVIP പരാതികളായി പരിശോധിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പരാതികൾ വരുമ്പോൾ സ്വാഭാവികമായി കാലതാമസം വരും. പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്നും കെ രാജൻ പറഞ്ഞു. ധാരാളമായ പരാതികൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വരുമ്പോൾ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. 45 ദിവസം എന്ന് പറയുന്നത് സർക്കാരിന്റെ നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായി ചെയ്യാൻ കഴിയുന്ന പ്രശ്നങ്ങളാണ്. അല്ലാത്ത പ്രശ്നങ്ങളാണ് കൂടുതൽ വരുന്നതായി പല കാര്യത്തിലും കാണുന്നത്. നിയമങ്ങളിലും ചട്ടങ്ങളിലും മാറ്റം വരുത്തേണ്ടതാണെങ്കിൽ അങ്ങനെ, ക്യാബിനറ്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിക്കേണ്ടതാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാകും. പരാതികൾക്ക് സമയബന്ധിതമായി പരിഹാരം കാണാനുള്ള നടപടിയുണ്ട്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, ഈ മന്ത്രിമാർ തന്നെ പ്രത്യേകം യോഗം ചേരുക പരാതി പരിഹാരത്തിന്, അതിന്റെ തുടക്കമാണോ ഇത്? വേണു, നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. കാരണം നിരവധി പരാതികളാണ് ഇപ്പോഴും പരിഹാരം കാത്തു കിടക്കുന്നത്. സംസ്ഥാന വ്യാപകമായി 6,21,000-ലധികം പരാതികളാണ് നവകേരള സദസ്സിനിടെ ലഭിച്ചത്. നേരത്തെ തന്നെ ഈ പരാതികൾ ലഭിക്കുമ്പോൾ 15 ദിവസത്തിനകം തീർപ്പാക്കുമെന്ന ഒരു നിർദ്ദേശമൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. എന്നാൽ പല പരാതികളും ഇപ്പോഴും തീർപ്പാക്കാതെ കിടക്കുകയാണ്. അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇത് വലിയ തരത്തിലുള്ള ഒരു ആക്ഷേപങ്ങൾക്ക് വഴിവെച്ചതോടുകൂടിയാണ് പരാതി പരിഹാരത്തിന് ഒരു അടിയന്തര സംവിധാനം വേണമെന്നും അതിന് വേഗം കൂട്ടണമെന്നുള്ള നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30-നാണ് റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുക. ഓൺലൈനായിട്ടായിരിക്കും ഈ യോഗം നടക്കുന്നത്. വിവിധ ജില്ലാ കളക്ടർമാരും ഒപ്പം RDOമാരും ഈ യോഗത്തിൽ പങ്കെടുക്കും. നേരത്തെ തന്നെ ഈ പരാതി പരിഹാരം വേഗത്തിലാക്കുന്നതിന് വേണ്ടി ജില്ലകളിൽ സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കുന്ന കാര്യം സർക്കാർ പരിഗണിച്ചിരുന്നു. ഇക്കാര്യങ്ങളടക്കം ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. എത്രയും വേഗം പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നതാണ് റവന്യൂ മന്ത്രി അടക്കം ഇന്ന് രാവിലെ പ്രതികരിച്ചത്. ഈ ചില പരാതികൾ പരിഹരിക്കുന്നതിന് ചട്ടങ്ങളിലടക്കം ഭേദഗതി ചെയ്യേണ്ടി വരും. ഒപ്പം മന്ത്രിസഭ തീരുമാനമെടുക്കേണ്ട ചില പരാതികൾ വന്നിട്ടുണ്ട്. ഇതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായ ചില വൈകലുകൾ മാത്രമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നതെന്ന വിശദീകരണമാണ് സർക്കാർ നൽകുന്നത്. അതേസമയം ഇത്തരത്തിൽ പരാതികൾ നീണ്ടുപോകുന്നത് ഇനിയും വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെ പരാതികൾക്ക് എത്രയും വേഗം പരിഹാരം ഉണ്ടാക്കണമെന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അടിയന്തര യോഗം വിളിച്ച പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.